നോക്ക്, നിങ്ങളുടെ മകനാണ് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയതെങ്കിൽ അവൾക്ക് അവനെ കിട്ടിയിരിക്കണം. നിങ്ങൾ അവനെ ഏത് അറയിൽ ഒളിപ്പിച്ച് മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും ശരി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരേ ഒരു മരുമകളെ ഉള്ളൂ. അതീ നിൽക്കുന്ന നന്ദനയാ. കുഞ്ഞുകൊള്ള നല്ല ഐശ്വര്യമുണ്ട്, തൃച്ചംബരത്തിന് ചേരുന്നതായി. പക്ഷേ ഞാൻ പറഞ്ഞത് തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ കാര്യമാണ്. എന്റെ കുഞ്ഞിനെ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി അംഗീകരിക്കണം. നിലവിളക്ക് എടുത്തു കൊടുത്ത് അവളെ ഈ തൃച്ചംബരത്തേക്ക് വലുത് കാലെടുത്ത് വെച്ച് നിങ്ങൾ കയറ്റിയിട്ടേ ഈ ഓപ്പോളമ്മ നാട്ടിലേക്ക് മടങ്ങും. അതിന് വെച്ച വെള്ളം വെറുതെ തിളപ്പിക്കാതെ അങ്ങ് ഇറക്കി വെച്ചേക്ക്. പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. പോട്ടെ മോളെ. ആയിക്കോട്ടെ. കുഞ്ഞുമോളൊന്ന് വന്നേ. എന്താ? എടി കൊച്ചേ, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിനക്ക് ശകിനിയുടെ തലയും മന്ത്രിയുടെ നാവുമാണെന്ന് എനിക്കറിയാം. അതൊന്നും ഈ ഓപ്പോളമ്മയുടെ മുന്നിൽ ചെലവാകില്ല. അയ്യോ, അതുകൊണ്ട് ഇനി എന്റെ മുമ്പിൽ നിന്റെ നാവ് പുറത്തേക്ക് എടുത്താലുണ്ടല്ലോ, നിന്റെ അണ്ണാക്കിലേക്ക് ഞാൻ ആസിഡ് കലക്കി ഒഴിക്കും. കേട്ടോടി? പോട്ടേടി കുഞ്ഞു മോളെ. ശരി ഓപ്പോളമ്മേ. ശോ, കൊന്ന് പാറക്കല്ലിൽ കെട്ടി കുളത്തിൽ താഴ്ത്തിയാലും മൂന്നാം പക്കം പൊങ്ങി വരും. അതേ പ്രിയങ്കേ, ആനന്ദ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി എവിടെ? ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിനകം തിരിച്ചു വന്നേനെ. അതെനിക്ക് ഉറപ്പാ. ഒരു രാപ്പകൽ ദൂരത്തിനപ്പുറം കല്യാണിയെയും അഖിലയും പിരിഞ്ഞിരിക്കാനാവില്ല അവന്. അതെ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ആനന്ദ് ഇനി തിരികെ വരില്ല. കൊലയാളിയുടെ മനസ്സ് അതിക്രൂരമായതുകൊണ്ടായിരിക്കാം അവന്റെ ഡെഡ് ബോഡി പോലും അവശേഷിപ്പിക്കാതിരുന്നത്. ഏതൊരു കുറ്റകൃത്യവും തെളിയിക്കാൻ പറ്റുന്നൊരു പഴുത് കൊലയാളി തന്നെ സംഭവസ്ഥലത്ത് അവശേഷിപ്പിക്കും എന്നാണ് പറയാറ്. അത് ഇക്കാര്യത്തിൽ സംഭവിക്കരുത്. അതിന് ആനന്ദ് എങ്ങനെ എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നറിയണം. അതിനാദ്യം അറിയേണ്ടത് അവനെ ആരാണ് കൊന്നതെന്നോ. അഞ്ചിലൊരാൾ. അതെ, അഞ്ചിലൊരാൾ അർജുനൻ എന്ന് കേട്ടിട്ടില്ലേ? ഈ കൂട്ടത്തിൽ ആയുധമെടുത്ത അർജുനൻ ആരാണെന്ന് കണ്ടെത്തണം. അവനു വേണ്ടി അസ്ത്രം ഒരുക്കി വച്ചത് ഞാനായിരുന്നു. ആ അസ്ത്രം ശത്രുവിന് നേരെ പായിക്കും മുമ്പേ
അവൻ പടനിലത്ത് എവിടെയോ വീണു കഴിഞ്ഞു. ഇനി ഉത്തരം പറയേണ്ടത് ബാക്കി 4 പേരാണ്. അതില് ശ്രീനി എനിക്ക് സംശയമില്ല. ആട്ടിൻ തോലിട്ടുകൊണ്ട് മുന്നിൽ നിന്ന ചെന്നായിയെ പോലെ കടിച്ചുകുടയാൻ പറ്റില്ലല്ലോ അവന്. അപ്പോ പിന്നെ നിങ്ങൾ 3 പേര്, 3 പേരിൽ ആരാണ് അവനെ കൊന്നത്? ദേ, ഏതായാലും തൃച്ചംബരം തറവാട്ടിലെ അവന്റെ ഇളയമ്മയായ ഞാനായിരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ബാക്കി നിൽക്കുന്നത് ഈ 2 പേരാ. അവരെ അങ്ങ് സംശയിച്ചാ മതിയാവും. അതെങ്ങനെ ഒഴിഞ്ഞു മാറാനാകും ആന്റി? തൃച്ചംബരത്തിന്റെ അളവിറ്റ സ്വത്തും സൗഭാഗ്യങ്ങളും ലക്ഷ്യമിട്ട് നടക്കുന്നതേ ആന്റി മാത്രം. വ്യക്തമായ ലക്ഷ്യമുള്ളവർ ആയുധമെടുക്കുമ്പോ ഉന്നം പിഴക്കില്ല. മാത്രമല്ല, തൃച്ചംബരത്തിന്റെ നേരവകാശിയായ ഒരാൾ കൂടി ചത്തൊടുങ്ങുമ്പോ അതുകൂടി വന്നു ചേരുന്നത് തൃച്ചംബരത്തെ വിലാസിനിയുടെ മക്കൾക്കാ. പണ്ടേ രാജ്യം പിടിച്ചടക്കാനാ യുദ്ധങ്ങളും കൊലകളുമൊക്കെ. അതുകൊണ്ട് എല്ലാം ചെയ്തു കൂട്ടിയിട്ട് കൈയൊഴിയാമെന്ന മോഹം വേണ്ട. ഒരുമാതിരി കുടുംബക്കാരെല്ലാം കൂടി യോഗം കൂടി എന്നെ കൊലപാതകയാക്കാൻ നോക്കൊന്നും വേണ്ട. കൊന്നൊടുക്കി എല്ലാം നേടണമായിരുന്നെങ്കിലേ നാഗമടത്തുകാരോട് കൂടില്ലായിരുന്നോ ഈ വിലാസിനി? കൊന്നതായാലും തൃച്ചംബരത്തിന്റെ പതനം ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവളാ ഈ പ്രിയങ്ക. ശത്രുവിനെ കൊന്നിട്ട് കൊന്നു എന്ന സത്യം വിളിച്ചു പറയുമ്പോ ക്ഷത്രിയ രക്തത്തിന്റെ വീര്യം കൂടുകയുള്ളൂ. ആനന്ദിനെ ഞാൻ കൊന്നിട്ടില്ല. അപ്പൊ പിന്നെ ആര്? ഞാൻ പറഞ്ഞില്ലേ 5-ൽ ഒരാൾ അർജുനനെന്ന്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അന്വേഷണമുണ്ടായാലേ ആദ്യം സംശയത്തിന്റെ കണ്ണുകൾ വന്നെത്തുന്നത് നാഗമഠത്തിന്റെ പടിപ്പുര തൊട്ടായിരിക്കും. തെളിവിന്റെ ഒരു കണിക പോലും കണ്ടെത്താൻ ഇടവരരുത്. 100 പ്രാവശ്യം വിളിച്ചു പറയുന്ന കള്ളങ്ങളെല്ലാം സത്യങ്ങളായിട്ടേ ഉള്ളൂ ഇതുവരെ ചരിത്രത്തിൽ. ഈ കാര്യത്തിലും അതെ. വിലാസിനി, തൃച്ചംബരത്ത് ചെന്ന് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്ക്.
കല്യാണി, നീ ആ ചന്ദ്രബിംബത്തെ കണ്ടോ? ഇന്ന് ആ പൗർണമി ചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നത് എനിക്കും നിനക്കും വേണ്ടിയാ. എന്നാലും എന്റെ മാഷേ ഒരു തിരുത്തുണ്ട്. നമ്മള് തമ്മില് ഈ ഞാനും നീയും കൊണ്ടോ മാഷേ? നമ്മളൊന്നല്ലേ? സോറി, കവി ആ വരി തിരുത്തി എഴുതാം പോരെ? ഈ ആനന്ദകൃഷ്ണന്റെ മനസ്സിൽ ഇപ്പൊ ഒരു തരം നഷ്ടബോധവും ഇല്ല. മറിച്ച് ആ നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ കൈപ്പിടിയിൽ ഒതുക്കിയ ആത്മനിർവൃതിയാണ്. എന്താടി കണ്ണാശ്രമത്തിൽ ദുഷ്യന്തനെ കാത്തിരിക്കുന്ന ശകുന്തളയെ പോലുണ്ടല്ലോ. ശകുന്തളയ്ക്ക് പ്രണയത്തിന്റെ അടയാളമായി ഒരു മോതിരമെങ്കിലും ഉണ്ടായിരുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ട് തെളിവ്? നീ ഇപ്പൊ പെറുക്കി കൂട്ടുന്ന കിനാവുകളോ? അവള് മരണ വീട്ടിൽ കുത്തിയിരിക്കുന്ന പോലെ കുത്തിയിരിക്കുന്നു. എടി, താലി കെട്ടിയ പുരുഷന് നല്ലത് വരണമെങ്കിൽ ഭാര്യമാരെ ഇങ്ങനെ മുഖവും വീർപ്പിച്ച് കെട്ടി സകലം തകർന്ന മട്ടിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന ഒരു കുടുംബവും നേരായിട്ടുമില്ല. കുടുംബത്തിലുള്ള പെണ്ണുങ്ങള് കറുപ്പോ വെളുപ്പോ ആയിക്കോട്ടെ, മുഖത്തിൽ എപ്പോഴും സന്തോഷത്തിന്റെ സൂര്യൻ ഉദിച്ചു നിൽക്കണം. ഈ കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കുന്ന മുഖം കണ്ടാൽ ലക്ഷ്മി ദേവി ഇവിടെ ഉണ്ടാവില്ല. പകരം മൂദേവി കുടില് കെട്ടി താമസം തുടങ്ങും ഇവിടെ. അങ്ങനെയുള്ള വീട്ടിൽ ഒരു കാലത്തും ഉപ്പും മുളകും കടുകും ഒന്നും ഒരിക്കലും തികയാൻ പോണില്ല. ഈ ദുരിതങ്ങളൊന്നും നിന്നെ തേടി വന്നല്ലോ, നീ പോയി പിടിച്ചോണ്ട് വന്നതല്ലേ. എന്നിട്ട് അവൾ ഇരിക്കുന്നു തന്തയെ അടക്കിയ കുഴിമാടത്തിൽ നോക്കിയിരിക്കും പോലെ. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരച്ഛനാണ് പാവം എന്റെ കുഞ്ഞാങ്ങ. അവൻ തീയതെന്ന് നടക്കുകയല്ലേ, അവൻ എന്തെങ്കിലും സമാധാനമുണ്ട്? നിന്നെ അന്ന് കൊടുമൂട്ടിലമ്മയുടെ ഉത്സവത്തിന് കണ്ടപ്പോ ആ വിശ്വനാഥ കൈമൾ മകന് വേണ്ടി ഒരു ആലോചന കൊണ്ടുവന്നതാ. ചെറുക്കൻ പട്ടാളത്തിലായിരുന്നു, ദാസിനും ഇഷ്ടമായിരുന്നു. അതെങ്ങനെ നീ സമ്മതിക്കണ്ടേ? ഒരർത്ഥത്തിൽ ആ കല്യാണം നടക്കാതിരുന്നത് നന്നായി. അവൻ കെട്ടിയ പെണ്ണ് ലഡാക്കിലോ മുംബൈയിലോ വെച്ച് കെട്ടിത്തൂങ്ങി ചത്തെന്നാ കേട്ടത്. ചെറുക്കന് സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞു പോയെന്നൊരു പരാതിയുണ്ടായിരുന്നു. പണവും സമ്പത്തും മോഹിക്കാതെ നല്ല പെൺകുട്ടികളെ തിരഞ്ഞു വരുന്ന ചെറുപ്പക്കാരും ഉണ്ട്. അവരെ ആരെങ്കിലും കല്യാണം കഴിച്ച് മനസമാധാനത്തോടെ അന്തസ്സോടെ ജീവിക്കണമെന്നല്ല. അപ്പൊ അവളുടെ കൊമ്പത്തെ തൃച്ചംബരം. പിന്നെ എന്നുവെച്ചാൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൊട്ടാരമല്ലേ. ഏത് നേരവും അഖില മാഡം, ശിവരാമൻ സാറ്, വലിയ കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, ആ മാഡം, ഈ മാഡം, പരമ്പരാ വെളുത്ത പാതിരാത്രി വരെ തൃച്ചംബരം തന്നെ. ചുക്കില്ലാത്ത കഷായം പോലെ കല്യാണമില്ലാത്ത ഒരു കാര്യവും തൃച്ചംബരത്തില്ല. എന്തിനും ഏതിനും കല്യാണി വേണം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മാനസപുത്രി ആ കല്യാണി എന്നാ കരക്കാർ പറയുന്നത്. ഓ, ദാസനാണെങ്കിൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി കൂടപ്പുറപ്പാണത്രേ. എന്നിട്ടെന്തായി? കൂടപ്പുറപ്പിന്റെ മകള് മോനെ പ്രേമിക്കുന്നറിഞ്ഞപ്പോൾ കൂടപ്പുറപ്പ് വെറും ഒരു ഡ്രൈവർ, മോള് ബാല്യക്കാരി. അടിച്ചിറക്കിയില്ലേ സ്വന്തം മോനെ വരെ. എടി, ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് ഇതൊക്കെ ഒരു പാഠമാണ്. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ.
അല്ലെങ്കിലേ അത് കൈവിട്ട് പോവുക തന്നെ ചെയ്യും. ഓ, ഇതെങ്ങാനും പ്രേമിക്കുന്ന സമയത്ത് രക്ഷകർത്താക്കൾ പറഞ്ഞാലോ അവര് ബദ്ധ ശത്രുക്കളാകും. ഇങ്ങനെ നിന്നെ കാണുമ്പോഴൊക്കെ ശാസിക്കുന്നത് വിഷമമില്ലാഞ്ഞിട്ടല്ല, പറഞ്ഞു പോകുന്നതാ. എല്ലാം കഴിയുമ്പോൾ ഈ കണ്ണീരും വേദനയും കാണേണ്ടത് ഞങ്ങൾ രക്ഷകർത്താക്കളല്ലേ. ദാസിന്റെ മോളെ കണ്ടു പഠിക്ക്, ദാസിന്റെ മോളെ കണ്ടു പഠിക്ക് എന്ന് നാട് മുഴുവൻ പറയുമായിരുന്നു. എല്ലാം നീയായിട്ട് കളഞ്ഞു കുളിച്ചില്ലേ. ആ, ചെല്ല്, ഒരു കട്ടൻ കാപ്പി ഇട്ടോണ്ട് വാ മോള്, ചെല്ല്. ഇരിക്കുന്നു വേറൊരുത്തൻ വായും പൊളിച്ച്. ജില്ലാ കളക്ടർ ഇവന്റെ ഓർഡർ കാത്ത് പോലീസുകാര് പുറത്ത് നിൽക്കുക, ആചാരം ഇവിടെ വെക്കാൻ. എന്റെ തലയിലോട്ടായ എടുത്തത്. കണ്ണു പുസ്തകത്തിലാണെങ്കിലും ചെവി ഇവിടെയാണ്. പഠിക്കേണ്ട സമയത്ത് 4 അക്ഷരം പഠിക്കാതെ അവൻ കണ്ണും മിഴിച്ചിരിക്കുക. വേഗം പഠിക്കണം. നീ പഠിക്കുന്നു അതോ ധ്യാനിക്കുന്നു? ഉറക്കെ വായിക്കാൻ. നന്നായി അനുഗ്രഹം ചെയ്ത് തനയന് പിന്നെ ഉപദേശ വാക്കുകൾ മുര ചെയ്ത് അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും. വാക്കുമുരയല്ല, വാക്കും ഉര ചെയ്തു. ഇതാരാ എഴുതിയെന്നറിയാമോ നിനക്ക്? എഴുത്തച്ഛൻ. വെറും എഴുത്തച്ഛനല്ല, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതാരാണെന്നറിയണ്ടേ? അതൊരു കവി. ആ, അങ്ങനെ വെറുതെ ഒരു കവിയൊന്നുമല്ല. പറയുന്നതൊന്നും എഴുതി വെക്കാൻ അക്ഷരങ്ങളില്ലാതെ ഇതൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചന്തവും അർത്ഥവുമുള്ള അക്ഷരങ്ങളെ കണ്ടെത്തി പറയുന്നതൊക്കെയും എഴുതാൻ പാകത്തിന് മലയാള ഭാഷയെ മാറ്റിയ ആചാര്യനാണ് ഈ എഴുത്തച്ഛൻ. അതിന് പകരം കിട്ടിയതോ എല്ലാവരും കൂടി ചേർന്ന് നാട് കടത്തി ആ പാവത്തിന്. ഇതൊക്കെ എന്തോന്ന് പഠിത്തം. ഇന്നത്തെ കുട്ടികൾക്ക് 4 വരി കവിത അക്ഷരത്തെറ്റു കൂടാതെ ചെല്ലാൻ അറിഞ്ഞൂടാ. കളക്ടർ ആവാൻ നടക്കുന്നു. പക്ഷെ ഈ ഓപ്പോളമ്മ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നീ എഴുത്തച്ഛനെ അറിയും, ചെറുശ്ശേരി അറിയും, നമ്പ്യാരെ അറിയും. ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് വായിക്കടാ. നന്നായി അനുഗ്രഹം ചെയ്ത് തനയന് പിന്നെ ഉപദേശ വാക്ക് മുര ചെയ്ത് അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും. പിന്നെ ഉപദേശ വാക്ക് മുര ചെയ്ത് കാപ്പി എടുക്കാൻ പോയ ആളെ കണ്ടില്ലല്ലോ. പരിചരിച്ചപ്പോഴും. കേൾക്കുന്നില്ല. നന്നായി അനുഗ്രഹം ചെയ്ത് തനയന് പിന്നെ ഉപദേശ വാക്ക് ഒര ചെയ്ത് അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും. നന്നായി അനുഗ്രഹം ചെയ്ത് തനയന് പിന്നെ ബ്രോ പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും തിരക്കി. ബ്രോയുടെ സുഹൃത്തുക്കളെ എല്ലാം വിളിച്ചു. ആർക്കും ഒരറിവുമില്ല. അരവൻ, നീ ടെൻഷൻ അടിക്കാതെ. സുബ്രു വരട്ടെ, നീ സുബ്രുവിനെ ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ അരവിന്ദ്. സുവർണ. ഞാനിവിടെ എത്തി. അങ്ങോട്ട് വരുന്നു. ശരി. അച്ഛാ, സുവർണ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വാ.
സ്വയംവരത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ അച്ഛാ. അതെനിക്ക് പേടിയാവുന്ന. അവനെ പെട്ടെന്ന് ജയിക്കാൻ പറ്റിയ ശത്രുക്കളൊന്നും ഇല്ല അരവിന്ദ്. സുവർണ ബ്രോയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല രവിന്ദ്, അതിന്റെ അന്വേഷണത്തില ഞാൻ. കല്യാണി പല ആവർത്തി വിളിച്ചു, മറുപടി പറയാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു.